പത്തനംതിട്ടയിലേക്കൊന്ന് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും കൗതുകകരമായ ഒരു വിവരം ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷ സൂചകമായി അവിടുത്തെ BJP പ്രവർത്തകരൊക്കെ തന്നെയും ഈ പത്മകുമാറിന്റെ വീടിന് സമീപത്തുള്ള കടകളിലൊക്കെ ലഡ്ഡു വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. CK അഭിലാൽ അവിടെ നിന്നും ചേരുന്നുണ്ട്. അഭിലാൽ, തുടക്കത്തിൽ വീടിന് മുന്നിലൊക്കെ വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അറസ്റ്റിന് ശേഷം അവിടെ BJP പ്രവർത്തകർ ഈ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പത്തനംതിട്ടയൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ വീടിന് സമീപത്തൊക്കെ ഇപ്പോൾ മറ്റു പാർട്ടിക്കാരൊക്കെ ഏത് വിധത്തിലാണ് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം പടക്കം പൊട്ടിക്കുകയും ലഡ്ഡു വിതരണം ഉണ്ടാവുകയും ചെയ്യുന്നുള്ള സൂചനകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ശരിവെച്ചുകൊണ്ടാണെന്ന് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പത്മകുമാറിന്റെ വീടിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ലഡ്ഡു വിതരണം ചെയ്തത്. 10ഓളം പ്രവർത്തകരാണുള്ളത്. BJPയുടെ ആറന്മുള നിയോജക മണ്ഡലം ഭാരവാഹികളടക്കം ഉള്ളവരും അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ വിവിധ സംഘടനകളുടെ പ്രതികളായിട്ടുള്ള 10ഓളം പ്രവർത്തകരാണ് പ്രതിഷേധ സൂചകമായ ലഡ്ഡു വിതരണം ചെയ്തത്. ഒപ്പം തന്നെ അവർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ശരണം വിളിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുക കൂടിയാണ്. അതേസമയം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്ന ഏതാനും ആളുകൾ കൂടുതൽ ലഡു വാങ്ങിച്ച് ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിനെ ബേക്കറിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ലഡു വിതരണം ഉണ്ടാകുന്നത്? ശബരിമല വിശ്വാസത്തിന്റെ പേരിലുള്ള സമരങ്ങൾ ആറന്മുളയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ തുടക്കം കുറിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അനേകം പേര് ഇതിനകത്ത് കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അതൊക്കെയും തന്നെ തേച്ചു മായ്ച്ച് കളയുമെന്നുള്ള കേരള സർക്കാരിൻ്റെ പൊയ്വാക്കുകൾ മാത്രമാണ്. അവരൊക്കെയും തന്നെ ശരണം വിളിച്ചതിൻ്റെ പേരിൽ ഇന്നും 3400 500 ഒക്കെ വെച്ച് അടച്ച് മാസങ്ങളിൽ ഈ കേസുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശബരിമലയെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നൊന്നായി അറസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ആറന്മുള ക്ഷേത്രത്തിലെ ആഭരണങ്ങളും ഇനിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അയ്യപ്പൻ്റെ മുതൽ കട്ടുമുടിച്ചു കഴിഞ്ഞാൽ അതെന്നായാലും പുറത്തു വരുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് സഹിതം ഈ ഒരു മണ്ഡലകാലം നമുക്കറിയാം. വൃശ്ചികം തുടങ്ങിയിരിക്കുന്നു. മണ്ഡലകാലം ആരംഭത്തിൽ തന്നെ അത് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ ഇന്ന് ഈ ഒരു നാമജപം നടത്തിയത്, ലഡു വിതരണം ചെയ്തത്. എത്ര ലഡു വാങ്ങിച്ചു? എല്ലാവരും സ്വീകരിച്ചോ? കൂടുതൽ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. നിയമപാലകരെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും തന്നെ, അതിൽ തന്നെ ക്യാമറ മുഖങ്ങളെത്താത്ത പല പോലീസുകാരും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ കണ്ണുകളെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ലഡു സ്വീകരിച്ചു. കടയിൽ നിന്ന് കിട്ടിയ മാക്സിമം ലഡു നമ്മൾ മേടിച്ചു. എല്ലാം വിതരണം ചെയ്ത് തീർന്നു. നമുക്ക് അടുത്ത ഭാഗം ഇപ്പോൾ വരും, ലഡു ഭാഗം വിതരണം വരുന്നുണ്ട്. അത് നമ്മളിവിടെ നിന്ന് ഭക്തർക്ക് ഇവിടെ വിതരണം ചെയ്യും. വിതരണം ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. വരും ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടോ? വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിലേട്ടാ, നമ്മൾ ഈ പ്രതിഷേധങ്ങൾ നമ്മൾ പറയുന്ന ഒരു പദം തന്നെ തെറ്റാ. നമുക്ക് ഇതിനകത്ത് ഒരിക്കലും ഒരു പ്രതിഷേധമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം ഇന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ശബരിമല ഇനി അകത്തിരിക്കുന്ന അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം ആണോ അതെന്ന് മാത്രമുള്ള ഒരു സംശയമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ അവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ബാക്കി എല്ലാ സ്വർണ്ണങ്ങളും അവിടെ പൂശിയിരുന്നത് സ്വർണ്ണങ്ങളും ഉള്ള എല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും അവിടുന്ന് മാറ്റിയവർ. ഇനി അകത്തുള്ള ഇരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം മാത്രമേ ഉള്ളൂ. ഇനി അവിടെ അത് തന്നെയാണോ ഉള്ളത്, സ്ഥിരമായിട്ടുള്ള സംവിധാനമാണോ എന്ന് മാത്രമേ നമുക്കിത് അറിയാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ കൊണ്ടുപോയി. പണ്ട് നമ്മുടെ ഈ തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരുപാട് കോടിക്കണക്കിന് സാമ്പത്തികം ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാ. കൂടുതൽ ലഡു വാങ്ങിക്കൊണ്ട് വന്ന് വിതരണം ചെയ്യുകയാണ്. ഭക്തരായി ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ, പരിചിതരായിട്ടുള്ള ആളുകൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കൊക്കെ തന്നെ ലഡു കൊടുക്കുകയാണ്. സമീപപ്രദേശത്തെ കടകളിൽ ലഡുവിൻ്റെ എണ്ണം കുറവാണ് എന്നതിനാലാണ് ആദ്യഘട്ടത്തിൽ കുറച്ച് ലഡു മാത്രം വാങ്ങിച്ചത്. ഇതൊരു പ്രതിഷേധമല്ല. അതേസമയം ലഡു വിതരണം ചെയ്യുന്നു, മധുരം വിതരണം ചെയ്യുന്നു എന്നുള്ളത് സന്തോഷ സൂചകമാണ്. പിറന്നാളിന് അതോ അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന് അങ്ങനെ വിശേഷ ദിവസങ്ങളിലെ സന്തോഷം സൂചിപ്പിച്ചുകൊണ്ടാണ് മധുരം വിതരണം ചെയ്യുന്നതെങ്കിൽ ആറന്മുളയിൽ BJP സംഘപരിവാർ പ്രവർത്തകരായിട്ടുള്ളവർക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. അതിന് കാരണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്നതാണ് BJP സംഘപരിവാർ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഈ ലഡു വിതരണത്തെ വിശേഷിപ്പിക്കുന്നത്. അഭിലാൽ, അപ്പോഴും പത്മകുമാറിന്റെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ വിഷയത്തിൽ? എവിടെന്തെങ്കിലും വല്ല പ്രതികരണമുണ്ടോ?
ഔദ്യോഗികമായി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചിരുന്നു. കൂടുതൽ നടപടികൾ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ്. ആരെയും സംരക്ഷിക്കുകയില്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ ആദ്യഘട്ട പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ പത്മകുമാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാട് അവർ ആവർത്തിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും അങ്ങനെ ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ പിടിയിലാകുന്ന ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം സാധാരണ ഘട്ടത്തിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സാഹചര്യം, ഇത് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത്. അതേസമയം അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് പത്മകുമാർ കുറ്റക്കാരനാണെന്ന് പറയാനാകില്ല എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. CK അഭിലാലാണ് പത്തനംതിട്ടയിൽ നിന്നും ആറന്മുളയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനി പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് സന്തോഷകരമായ കാര്യമാണ് എന്നാണ് BJP പ്രവർത്തകർ അവിടെ നിന്നും പറയുന്നത്. കാരണം അവിടെ ലഡ്ഡു വിതരണം ചെയ്തുകൊണ്ടൊക്കെ ആഘോഷമാണ്. അങ്ങനെ അവരും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്.